ഹലോ മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഘനരൂപങ്ങൾ സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളിലൂടെ നമുക്ക് ഈ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് 10ൽ പഠിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് ഒക്കെ കിടക്കുന്നത് ഈ ചാപ്റ്ററിലാണ്. ഈ ഇക്വേഷൻസ് അറിയെങ്കിൽ മാത്രമേ നമുക്കിതിൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കിതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ രൂപത്തിലുള്ള ചോദ്യം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്തതാണ് ആ ചോദ്യം. ചോദ്യം ഇതാണ്: എ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ഷേപ്പിലുള്ള സമചതുര സ്തൂപികയുടെ ആകൃതിയിലുള്ള ഒരു കളിപ്പാട്ടം. ഓഫ് എഡ്ജ് 12 സെൻറ്റിമീറ്റർ, അതിൻ്റെ വക്ക് 12 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ, അതിൻ്റെ ചെരിവ് ഉയരം 10 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് 500 സച്ച് ടോയ്സ് അറ്റ് 80 rupees പെർ സ്ക്വയർ മീറ്റർ. ഇതുപോലെ ഇത്തരത്തിലുള്ള 500 കളിപ്പാട്ടങ്ങൾ പെയിൻറ് ചെയ്യുന്നതിന് വേണ്ടി ചതുരശ്ര മീറ്ററിന് 80 രൂപ നിരക്കിൽ എത്ര രൂപ ചിലവാകുന്നാണ് പറഞ്ഞത്. ചതുരശ്ര മീറ്ററിന് 80 രൂപ നിരക്കിൽ എത്ര രൂപ ചിലവാകുന്നതാണ് ചോദ്യം. ഓക്കെ, ഈ തരത്തിലുള്ള ചോദ്യം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്തതായിരിക്കും. ഒന്നും കൂടെ നമുക്ക് പറയാം എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതുക എന്നുള്ള കാര്യം നമുക്കൊന്ന് പറയാം. അപ്പോൾ എ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ്, പാദവക്ക് 12 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസ് എഡ്ജ് പാദവക്ക് എന്ന് പറയുന്നത് നമ്മൾ എ എന്ന് പറഞ്ഞ ലെറ്ററാണ് കൊടുക്കാനുള്ളത്, അതാണ് 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ പിന്നെ തന്നത് എന്താ? ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്, ചെരിവ് ഉയരം 10 സെൻറ്റിമീറ്റർ. എല്ലാണ് നമ്മൾ കൊടുക്കാറുള്ളത്, അതാണ് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ്. ഇത് പെയിൻറ്റ് ചെയ്യാൻ എത്ര രൂപ ചിലവാകുമെന്നാണ് ചോദിച്ചത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏരിയ ആണ്, പരപ്പളവാണ്, സർഫസ് ഏരിയ ആണ്, ഉപരിതല പരപ്പളവാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാ ഇക്വേഷൻ? ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? a² + 2al എന്നാണ്. a² + 2al എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് ബേസ് എഡ്ജ് ആണ്, പാദവക്കാണ്, അത് 12 സെൻറ്റിമീറ്റർ ആണ്. അതിൽ കൊടുക്കുമ്പോൾ 12² + 2 ബേസ് എഡ്ജ് 12 അല്ലേ, 12 ഇൻറ്റു ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? ചെരിവുയരം എത്ര സെൻറ്റിമീറ്ററാ? 10 ആണ്. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കേണ്ട, ഇതിൻ്റെ യൂണിറ്റ് ഒക്കെ സെൻറ്റിമീറ്റർ ആണേ. കൊടുക്കുമ്പോൾ 12² 144. ഓക്കെ, പ്ലസ് 2 × 12 × 10 എത്രയാണ് വരിക? 240, 240 അല്ലേ? ഇത് ആഡ് ചെയ്യുമ്പോൾ 483 അല്ലേ, 384 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 384 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും, അല്ലേ? ഇത് ഒരു ടോയുടെ ടോട്ടൽ സർഫസ് ഏരിയ, ഒരു കളിപ്പാട്ടത്തിൻ്റെ ഉപരിതല പരപ്പളവാണ് 384 എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര ഉണ്ട്? 500 സച്ച് ടോയ്സ്, ഇതേപോലത്തെ 500 കളിപ്പാട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ 500 എണ്ണത്തിൻ്റെത് കാണണ്ടേ? അപ്പോൾ TSA of 500 ടോയ്സ്, 500 കളിപ്പാട്ടത്തിൻ്റെ, ഞാൻ അവിടെ എഴുതുന്നില്ല കേട്ടോ. TSA of 500 ടോയ്സ്, 500 കളിപ്പാട്ടത്തിൻ്റെ ഉപരിതല പരപ്പളവ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ ആൻസറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എന്തുകൊണ്ട് ഗുണിക്കണം? 500 കൊണ്ട് ഗുണിക്കണം, അല്ലേ? അപ്പോൾ 384 × 500, 384 × 500. അപ്പോൾ 384 × 500, അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 192,000. നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്ത് ചെക്ക് ചെയ്യുക. നമുക്ക് ടൈം ഒരുപാട് എടുക്കുന്നതുകൊണ്ട് ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് മക്കളെ, സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തുമ്പോൾ, ഇതിൻ്റെ ആകെ ചിലവായ തുക കണ്ടെത്തുമ്പോൾ അറ്റ് 80 rupees പെർ സ്ക്വയർ മീറ്റർ എന്നാണ് പറയുന്നത്, അല്ലേ? സ്ക്വയർ മീറ്ററിന് 80 രൂപ എന്നാണ് വരുന്നത്, സ്ക്വയർ മീറ്ററിന്. എന്നാൽ നമുക്ക് കിട്ടിയത് സ്ക്വയർ സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്തിലേക്ക് മാറ്റണം? മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം, അല്ലേ? ചതുരശ്ര സെൻറ്റിമീറ്റർ നമ്മൾ ചതുരശ്ര മീറ്ററിലേക്ക് മാറ്റണം. അതായത് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റേണ്ടതുണ്ട്.
അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡിവൈഡഡ് ബൈ 10,000. 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഡിവൈഡഡ് ബൈ 10,000 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 0 കട്ട് ചെയ്തു, 3 0 കട്ട് ചെയ്തു അല്ലേ, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാക്കി വരുന്നത് എത്രയാ? 192 ഡിവൈഡഡ് ബൈ 10. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ല, എന്താ യൂണിറ്റ്? മീറ്റർ സ്ക്വയറാ. 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂണിറ്റ് മാറി, മീറ്റർ സ്ക്വയർ ആയി കേട്ടോ. ഇവിടെ മീറ്റർ സ്ക്വയർ അതിൻ്റെ യൂണിറ്റ്, കാരണം 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മീറ്റർ സ്ക്വയറിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ ഇത്രയും മീറ്റർ സ്ക്വയർ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ട കേട്ടോ. ഡിവൈഡ് ചെയ്യേണ്ടെന്ന് പറയാനുള്ള കാരണം അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ടോട്ടൽ കോസ്റ്റ്, ആകെ ചിലവായ തുക കണ്ടെത്തുകയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അറ്റ് 80 rupees per square meter എന്ന് പറയുന്നുണ്ട്. ഒരു സ്ക്വയർ മീറ്ററിന് 80 രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ ആൻസറിനെ, ഇപ്പോൾ തൊട്ട് മുമ്പ് കിട്ടിയ ആൻസറിനെ 80 കൊണ്ട് ഗുണിക്കുക. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ സ്ക്വയറിന് 80 രൂപ എന്നാ. നമുക്ക് കിട്ടിയത് 192 ഡിവൈഡഡ് ബൈ 10 മീറ്റർ സ്ക്വയർ എന്നാ. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 192 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 80 അല്ലേ. അപ്പോൾ ഇതിൽ ഈ 0 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു. ബാലൻസ് വരുന്നത് 192 ഇൻറ്റു 8 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ 1536. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താ? ഇതിൻ്റെ യൂണിറ്റിന് പോയിട്ട് ഇനി സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റുമോ? മീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ആ. പെയിൻറ് ചെയ്യാൻ ചിലവായ തുകയാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റിങ് റുപ്പീസ് ആണ് കേട്ടോ. അല്ലാതെ അവിടെ പോയിട്ട് മീറ്റർ സ്ക്വയർ എന്നോ സെൻറ്റിമീറ്റർ സ്ക്വയർ ഒക്കെ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ 1536, 1536 റുപ്പീസ് എന്ന് കിട്ടി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ in the figure a square sheet of paper is shown below. ഇതാണ് ഒരു സ്ക്വയർ ഷീറ്റ്, ഒരു സമചതുര ആകൃതിയിലുള്ള ഒരു പേപ്പറാണ്. Then the length of one side of the paper sheet is 36 centimeter. ഇതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 36 ആണ്, 36 ആണ്. ഇനി അതിൽ എ ബിയുടെ ലെങ്ത്, എ ബിയുടെ നീളം തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് കട്ട് ഔട്ട് ആൻഡ് ഫോൾഡഡ് ഇൻ ടു എ സ്ക്വയർ. അപ്പോൾ ഇതിൽ ഷെയ്ഡഡ് പേപ്പർ, ഷെയ്ഡഡ് പോർഷൻ എന്നത് ഈ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഈ ഷെയ്ഡഡ് പോർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗമാണ് കേട്ടോ. അത് ഈ ഫിഗറിൽ ഷെയ്ഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, ആ ഭാഗമാണ് പറഞ്ഞത്. അപ്പോൾ അത് ഫോൾഡ് ചെയ്യുകയാണ്, അത് മടക്കുകയാണ്, എന്നിട്ട് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കി ദെൻ സമചതുരത്തിൻ്റെ വശം 36 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ സൈഡ് 36 സെൻറ്റിമീറ്റർ, എ ബിയുടെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്ക്. സ്തൂപികയുടെ ചെരുവുയരം എന്താണ്? സ്ലാൻഡ് ഹൈറ്റ് എന്താണ്? ഇപ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ട് നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കി. ഈ ഭാഗം ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാണ്, ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാണ്, ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാണ്, ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്താ, ചെരുവുയരം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കൊന്ന് ആലോചിച്ചാൽ കിട്ടുന്നുള്ള ആൻസർ, അല്ലാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ടതില്ല, നേരിട്ട് നമുക്കതിൻ്റെ ആൻസർ കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ സൈഡ് 36 അല്ലേ, ഈ സൈഡ് 36 ആണെങ്കിൽ നോക്ക്, ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ ഉള്ളത് 36 തന്നെ അല്ലേ. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 36 അല്ലേ. ഈ നടുക്ക് വരുന്നത് 10 അല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്, ചെരുവുയരമായിട്ട് വരിക അല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് 36, അതിൽ ഇത് 10, ബാക്കി 26 അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇത് 13ഉം ഇത് 13ഉം കിട്ടും. മനസ്സിലായോ? ഇത് 13ഉം കിട്ടും, ഇത് 13ഉം കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 36 ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റാണ് ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റാണ് ചോദിച്ചത്, ചെരുവുയരാണ് ചോദിച്ചത്. അത് 13 എന്ന് കിട്ടി, 13 എന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഹൈറ്റ് കണ്ടെത്താനാണ്, ഇതിൻ്റെ ഉയരം കണ്ടെത്താനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾക്ക് അറിയാം ഇതിൻ്റെ ബേസ് എഡ്ജ്, പാദവക്ക് എന്ന് പറയുന്നത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ L13 A10, നമുക്കിതൊന്ന് കണ്ടെത്തേണ്ടത് ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റാണ്. നമ്മൾ ഇതൊരു ഇക്വേഷനായിട്ട് പഠിച്ചു വെച്ച് കാണും.
എൽ സ്ക്വയർ ഹൈറ്റ് അല്ലേ കണ്ടെത്തേണ്ടത്, ഹൈറ്റ് എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്നായിരുന്നു ഇക്വേഷൻ അല്ലേ. എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്നായിരുന്നു ഇക്വേഷൻ. ഓക്കെ, അത് നിങ്ങൾ ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും. അത് കണ്ടെത്താൻ വേണ്ടി ആ ഇക്വേഷൻ കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല മെത്തേഡുകൾ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു ഷോർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ലാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചു കാണും നിങ്ങൾ. ഇതെന്നാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയത്. എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ലാ എന്നുള്ള വേർഡിൽ നിന്നാണ് നമ്മൾ എച്ച് സ്ക്വയർ ഉണ്ടാക്കിയത്. എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. ഇനി അതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്താ, അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് 13 ആണ്. അപ്പോൾ 13 സ്ക്വയർ മൈനസ് എ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10/2 സ്ക്വയർ, 10/2 സ്ക്വയർ അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു, അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എഴുതുക കേട്ടോ. 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 എന്നാണ്. മൈനസ് 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 സ്ക്വയർ 25 ആണ്. ഓക്കെ, അപ്പോൾ 169 25 കുറയ്ക്കുമ്പോൾ 144 എന്നല്ലേ ഇവിടെ കിട്ടുക. അപ്പോൾ എച്ച് സ്ക്വയർ ആണ് ഈ 144 അല്ലേ. അപ്പോൾ ഇതിന്ന് എച്ച് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇതിന് റൂട്ട് കൊടുക്കണ്ടേ. അപ്പോൾ എച്ച് സ്ക്വയർ ഈക്വൽ ടു 144 ആണെങ്കിൽ എച്ച് ഈക്വൽ ടു റൂട്ട് 144. 144 റൂട്ട് എത്രയാ, 12. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഹൈറ്റ് കണ്ടെത്താനായിരുന്നു, ഉയരം കണ്ടെത്താനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇറ്റ്സ് വോളിയം. ഇതിൻ്റെ വ്യാപ്തം കണ്ടെത്താനാണ് തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ക്വസ്റ്റ്യൻ കാണുന്നില്ലെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നുണ്ട്. ഫൈൻഡ് ഇറ്റ്സ് വോളിയം, സ്തൂപിയുടെ വ്യാപ്തം കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോളിയം വ്യാപ്തം കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. വോളിയം വ്യാപ്തം കണ്ടെത്താനുള്ള ഇക്വേഷൻ 1/3 എ സ്ക്വയർ എച്ച് ആണ്. 1/3 എ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ 1/3 ഇൻറ്റു എ എന്നുള്ളത് നമുക്കറിയാം അതിൽ അല്ലേ. എ എത്രയാ, 10 ആണ്. അപ്പോൾ 10 സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എത്രയാ, 12 ആണ്. ആ 12 ഇവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, 12 ഇവിടെ അപ്ലൈ ചെയ്തു. ഇനി ഇത് കട്ട് ചെയ്തു കളയാം. നമുക്ക് 3നെയും 12നെയും കട്ട് ചെയ്യാം. അവിടെ എത്രയാണ് വരിക, 4 അല്ലേ വരിക. ബാലൻസ് വരുന്നത് എന്താ, 10 സ്ക്വയർ ആണ്. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 ഇൻറ്റു 4 എന്ന് വരും. 100 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 400 സെൻറ്റിമീറ്റർ ക്യൂബ്, 400 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഇതിൽ അപ്ലൈ ചെയ്ത ഇക്വേഷൻസ് ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് എല്ലും എയും, എല്ല് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ എ വെച്ചിട്ട് എല്ലും എയും വെച്ചിട്ട് അടുത്തത് എച്ച് കണ്ടെത്താനുള്ളതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്ത ഇക്വേഷൻ ആണ് എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. ഓക്കെ, അതിൽ അപ്ലൈ ചെയ്തിട്ട് എച്ച് കണ്ടെത്തി. ദെൻ അതിനുശേഷം അടുത്ത സി ക്വസ്റ്റ്യൻ ഇതിൻ്റെ വോളിയം വ്യാപ്തം കണ്ടെത്താനായിരുന്നു. അതിന് അപ്ലൈ ചെയ്ത ഇക്വേഷൻ എന്താ, 1/3 എ സ്ക്വയർ എച്ച്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയതാണ് 400. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് പെരിമീറ്റർ 64 സെൻറ്റിമീറ്റർ ആൻഡ് വോളിയം 1280 ക്യൂബിക് സെൻറ്റിമീറ്റർ. പാദ ചുറ്റളവ് 64 സെൻറ്റിമീറ്ററും വ്യാപ്തം 1280 ഘന സെൻറ്റിമീറ്ററുമായിട്ടുള്ള സമചതുരസ്തൂപികയുടെ ഉപരിതല പരപ്പളവ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഉപരിതല പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഏതാ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ, ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2AL അല്ലേ. എ സ്ക്വയർ പ്ലസ് 2AL എന്നാണ് ഇക്വേഷൻ. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്ന് ബേസ് എഡ്ജ് ആവശ്യമുണ്ട്, പിന്നെ ഒന്ന് സ്ലാൻഡ് ഹൈറ്റ് ചെരിവ് ഉയരം ആവശ്യമുണ്ട്, പാദവക്കും ചെരിവ് ഉയരം ആവശ്യമുണ്ട് അല്ലേ. ഇത് രണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അല്ലേ. തന്നത് എന്താ, ഒന്ന് ബേസ് പെരിമീറ്റർ ആണ്, പാദ ചുറ്റളവാണ് തന്നത് 64. ഈ ബേസ് പെരിമീറ്റർ പാദ ചുറ്റളവ് എന്ന് പറയുന്നത് 4 ഇൻറ്റു എ അല്ലേ. സ്ക്വയറിൻ്റെ ഏരിയ, സ്ക്വയറിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എന്നുള്ളത് 4A എന്നല്ലേ. ആ 4A ആണ് തന്നത് 64 എന്ന് പറയുന്നത്. ഇതെന്ന് എ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എ ഇസ് ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എ ഈക്വൽ ടു 16 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ബേസ് എഡ്ജ് പാദവക്ക് കിട്ടിയില്ലേ മക്കളെ, എത്ര കിട്ടിയത്, 16 എന്നാ.
ഓക്കെ, അപ്പോൾ പാദവക്ക് കിട്ടിക്കഴിഞ്ഞു, ബേസ് എഡ്ജ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അടുത്ത തന്നത് ഇതിൻ്റെ വോളിയാണ്, വ്യാപ്തമാണ് തന്നിരിക്കുന്നത് അല്ലേ. വോളിയം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? വ്യാപ്തം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചത്? 1/3 a²h എന്നാണല്ലോ. വോളിയം കണ്ടെത്താനുള്ള ഇക്വേഷൻ പഠിച്ചത് 1/3 a²h എന്നാണല്ലോ. ആ വോളിയാണ് കണ്ടെത്തി അവിടെ തന്നത്, ക്വസ്റ്റ്യനിൽ തന്നത്. എത്രയാണ് തന്നത്? 1280. ഓക്കെ, ഇനി ഇതിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടെത്തണം? എച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പ്രശ്നം. അപ്പോൾ 1/3 ഇതിലൊന്ന് അപ്ലൈ ചെയ്യാം നമുക്ക്. 1/3 ഇൻറ്റു എ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ അവിടെ 16² എന്ന് വരും അല്ലേ. ഇൻറ്റു ഹൈറ്റ് അറിയില്ല, കണ്ടെത്താനുള്ളതാണ് 1280. ഓക്കെ, അപ്പോൾ അടുത്തത് ഇവിടെ 16² എന്ന് വരും. 16² നമുക്കറിയാം 256 ആണ് അല്ലേ. അപ്പോൾ 256 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു, ഇവിടെ 3 കൊണ്ട് ഏതായാലും ഇതിനെ കട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് ഈ 3 എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. ഇവിടെ /3 എന്നാണ്, അത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക? ഇൻറ്റു 3 എന്നാണ് വരിക. അപ്പോൾ 1280 ഇൻറ്റു 3 എന്ന് വരും. മനസ്സിലായോ? ഇനി ഇതൊന്ന് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 1280 ഇൻറ്റു 3 ഗുണിക്കണം 256 എന്നുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക? ഹരിക്കണം 256 എന്നല്ലേ വരിക അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ 1280 എന്തുകൊണ്ട് ഇൻറ്റു 3 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 256 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ 1280 തന്നെ നമുക്ക് 256 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വരും. അതായത് ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യുമ്പോൾ 5 വരിക. മനസ്സിലാവുന്നുണ്ടോ? ഈ 286ഉം 1280 കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 5 വരിക. ഓക്കെ, അപ്പോൾ ഈ 256 1280 കട്ട് ചെയ്തു. ഇപ്പോൾ അവിടെ 5 വന്നു. അപ്പോൾ ആൻസർ നോക്കും മക്കളെ, 5 ഇൻറ്റു 3 എന്ന് വന്നു. അപ്പോൾ എത്ര കിട്ടിയത്? 15 എന്ന് കിട്ടി. അപ്പോൾ ഹൈറ്റ് കിട്ടി, എത്ര കിട്ടിയത്? 15 എന്ന് കിട്ടി. അപ്പോൾ എ കിട്ടി 16, ഹൈറ്റ് കിട്ടി 15. ഇനി എന്താ കണ്ടെത്തേണ്ടത്? ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോഴും ഉണ്ട് പ്രശ്നം. എന്താ അറിയില്ല നമുക്കിതിൽ? സ്ലാൻഡ് ഹൈറ്റ് അറിയില്ല, ചെരിവ് അറിയില്ല. അറിയോ? ഇല്ല. അപ്പോൾ ഈ എയും എച്ചും വെച്ചിട്ട് അപ്പോൾ നമുക്ക് എ കിട്ടിയത് 16 എന്നായിരുന്നു, എച്ച് കിട്ടിയത് 15 എന്നാണ് അല്ലേ. 15 എന്നാണ്. നമ്മൾ ഇതിന്ന് എന്ത് കണ്ടെത്തണം? എൽ കണ്ടെത്തണം. എയും എച്ചും വെച്ചിട്ട് എൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ LH ലാ വെച്ചിട്ട് നമുക്ക് എൽ കണ്ടെത്താൻ പറ്റും. പറഞ്ഞ എങ്ങനെയാ? L² ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് h². ഇങ്ങനെയല്ലേ അപ്ലൈ ചെയ്യുക? ദാറ്റ്സ് ഈക്വൽ ടു എ എത്ര കിട്ടിയത്? 16. അപ്പോൾ 16/2 ഹോൾ സ്ക്വയർ പ്ലസ് ഹൈറ്റ് എത്ര കിട്ടിയത്? 15. അപ്പോൾ 15². ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തത് 16/2. എന്താ 16/2? 8² എന്ന് പറഞ്ഞാൽ 64 ആണ് അല്ലേ. 64 ആണ്. അടുത്തത് 15² 225 അല്ലേ. 225. ഈ 225 കൂടെ ഈ 64 നമ്മൾ ആഡ് ചെയ്യുക, 289 എന്ന് കിട്ടും. 289 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ L² ഈക്വൽ ടു 289 ആണ്. അപ്പോൾ ഇതൊന്ന് എൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ √289 ചെയ്യണം അല്ലേ. 289ൻ്റെ റൂട്ട് എത്രയാ? 17. ഓക്കെ, അപ്പോൾ എൽ കിട്ടി. അപ്പോൾ ഒന്നുകൂടെ പറയാൻ നോക്കിയേ. ഫസ്റ്റ് നമ്മൾ 4a ഈക്വൽ ടു 64 എ കണ്ടെത്തി. വോളിയം കണ്ടെത്താനുള്ള ഇക്വേഷനിൽ എ അപ്ലൈ ചെയ്തിട്ട് അതിന്ന് എച്ച് കണ്ടെത്തി. പക്ഷെ കണ്ടെത്തേണ്ടത് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്, ഉപരിതല പരപ്പളവാണ്. കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? a² പ്ലസ് 2al അല്ലേ. a² പ്ലസ് 2al കാണണം. ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് ഈക്വൽ ടു a² പ്ലസ് 2al. ഓക്കെ, ഇതിൽ അപ്ലൈ ചെയ്യുക. എ കിട്ടിയത് 16 ആണ്. അപ്പോൾ 16² പ്ലസ് 2 ഇൻറ്റു 16 ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് കിട്ടിയത് 17 ആണ്. 16² എന്ന് പറഞ്ഞാൽ 256 ആണ്. 256 ആണ്. പ്ലസ് 2 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ 12. 12 ഇൻറ്റു 70 എന്ന് പറഞ്ഞാൽ 204 204. എന്നിട്ട് ആ 204ക്ക് 256 കൂട്ടുക. അപ്പം 460. മക്കളെ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്ററൊക്കെ വെച്ച് ചെയ്യുന്നത്. 460 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും കേട്ടോ. 460 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും.
അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കേണ്ടത്, ഇത് കുറേ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്തത്. സബ് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ തന്നെ ചെയ്യുകയാണ് ചെയ്തത്. ഒന്ന് ബേസ് എഡ്ജ് കണ്ടെത്തി, പിന്നെ ഹൈറ്റ് കണ്ടെത്തി, പിന്നെ ഹൈറ്റും ബേസ് എഡ്ജും വെച്ചിട്ട്, അതായത് ഉയരവും പാദവക്കും ഉപയോഗിച്ചിട്ട് എല്ല് കണ്ടെത്തി, ആ എല്ല് ഇതിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവും കണ്ടെത്തി. ഇതായിരുന്നു ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയോ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? സെക്ടർ, വൃത്താംശം. അപ്പോൾ എ കോൺ ഓഫ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ ഈസ് ടു ബി മെയ്ഡ് ബൈ ഫോൾഡിങ് എ സെക്ടർ കട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 20 സെൻറ്റിമീറ്റർ. ആരം 20 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തത്തിൽ നിന്ന് ഒരു വൃത്താംശം വെട്ടിയെടുത്ത് വളച്ച് 12 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ? വൃത്താംശത്തിൻ്റെ കേന്ദ്രകോണം എത്രയാണ്? ശ്രദ്ധിച്ചോളൂ. നമ്മൾ സെക്ടർ എന്ന് പറയുന്നത് അല്ലേ, ദാ ഇങ്ങനെ പാർട്ട്, ഈ സെക്ടർ റോൾ ചെയ്തിട്ടാണ് നമ്മളൊരു കോൺ ഉണ്ടാക്കുന്നത്. ഒരു വൃത്താംശം മടക്കിയിട്ടാണ് ഒരു വൃത്തസ്തൂപി ഉണ്ടാകുന്നത്. അവിടെ അത് തമ്മിലുള്ള റിലേഷൻ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ സെൻട്രൽ ആംഗിളാണ് എക്സ് എന്ന് പറയുന്നത് അല്ലേ, സെൻട്രൽ ആംഗിളാണ്, കേന്ദ്രകോണാണ് എക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഡിയസ്, ഇതിൻ്റെ ആരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നാണ്. ഇതിൻ്റെ റേഡിയസ്, ഇതിൻ്റെ ബേസ് റേഡിയസ്, പാദത്തിൻ്റെ ആരം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആറാണ്. ഓക്കെ, ഇത് എല്ല് സ്ലാൻഡ് ഹൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്. ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത്, വൃത്താംശത്തിൻ്റെ ആരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റിനോട് ഈക്വലാണ്, ഇതിൻ്റെ ചെരുവുയരത്തിനോട് ഈക്വലാണ്. അപ്പോൾ ഈ സാധനം ആദ്യം അറിയണം. ഇതിൻ്റെ റേഡിയസ്, ഇതിൻ്റെ ആരം, ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്, ഇതിൻ്റെ ചെരുവുയരത്തിനോട് തുല്യമാണ്. ഓക്കെ, ഇനി അത് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഓരോ ഇക്വേഷൻസ് ഉണ്ട്. ഒന്നതാണ് റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഇക്വേഷനാണ് R/L = x/360. R/L = x/360. ഇത് തന്നെ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് എക്സ് കണ്ടെത്താനുള്ള ഇക്വേഷനിലേക്ക് എത്താം അല്ലേ. അതായത് എക്സ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ /360 എന്നുള്ളത് ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ R/L × 360 നിങ്ങൾക്ക് ഒരു ഇക്വേഷനായിട്ട് പഠിച്ചു വെക്കാനുള്ളതാണ്. x = R/L × 360. ഓക്കെ, ദെൻ അതിന്ന് തന്നെ ഇതിന്ന് ആറ് കണ്ടെത്താൾ ഇക്വേഷനിലേക്ക് എത്താം. ബേസ് റേഡിയസ്, പാദത്തിൻ്റെ ആരം കണ്ടെത്താൾ ഇക്വേഷനിലേക്ക് എത്താം. ഇതിൽ /L എന്നുള്ളത് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പം L × x/360. ഞാനിത് പറയാനുള്ള കാരണം, ഇനി നമ്മൾ പറയുന്ന രണ്ട് ചോദ്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന് എക്സ് കണ്ടെത്തുന്നു, ഒന്ന് ആറ് കണ്ടെത്തുന്നു, ബേസ് റേഡിയസ് കണ്ടെത്തുന്നു, പാദത്തിൻ്റെ ആരം കണ്ടെത്തുന്നു. പിന്നെ ഇത് തമ്മിലുള്ള റിലേഷൻ, ഈ ആറും ഈ എല്ലും ഈക്വൽ ആണ്, സെയിം ആണ്. ഓക്കെ ആണോ? ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എ കോൺ ഓഫ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ ഈസ് ടു ബി മെയ്ഡ് ബൈ ഫോളിങ് എ സെക്ടർ കട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 20 സെൻറ്റിമീറ്റർ. വൃത്തത്തിൻ്റെ ആരമാണ്, വൃത്തത്തിൻ്റെ റേഡിയസ് ആണ് 20 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ടറിൻ്റെ റേഡിയസും എന്താ, സെക്ടറിൻ്റെ റേഡിയസും എന്താ 20 തന്നെയല്ലേ വരിക. വൃത്താംശത്തിൻ്റെ ആരവും 20 തന്നെയല്ലേ വരിക, 20. Then അടുത്തത് എ കോൺ ഓഫ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ ഈസ് ടു ബി മെയ്ഡ് ബൈ ഫോൾഡിങ് എ സെക്ടർ. അപ്പോൾ എ കോൺ ഓഫ് റേഡിയസ്, കോണിൻ്റെ റേഡിയസ്, വൃത്തസ്തൂപികയുടെ ആരം സ്മോൾ ലെറ്റർ ആറ്, അതാണ് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആറ് 20 സെൻറ്റിമീറ്ററും സ്മോൾ ലെറ്റർ ആറ് 12 സെൻറ്റിമീറ്ററും. ഇനി ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ? വൃത്താംശത്തിൻ്റെ കേന്ദ്രകോണം എത്രയാണ്? അതായത് എക്സ് കണ്ടെത്താൾ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടേ ഉള്ളൂ. എക്സ് കണ്ടെത്താൾ ഇക്വേഷൻ ഏതാ ഇക്വേഷൻ? എക്സ് = R/L × 360 എന്ന് നമ്മൾ എഴുതിയതാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. എക്സ് കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. എക്സ് = R/L × 360. R/L × 360 അല്ലേ. അപ്പോൾ ഇതിൽ സ്മോൾ ലെറ്റർ ആറ്, സ്മോൾ ലെറ്റർ ആറ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12, സ്മോൾ ലെറ്റർ ആറ് എന്ന് പറയുന്നത് 12 ആണ്. 12 എടോ നമ്മൾ നേരത്തെ പഠിച്ചതാ, സ്ലാൻഡ് ഹൈറ്റും ക്യാപിറ്റൽ ലെറ്റർ ആറും ചെരുവുയരവും വൃത്താംശത്തിൻ്റെ ആരവും സെയിം ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതെത്രയാ? 20 ആണ്. അപ്പോൾ ഇതിൽ സ്ലാൻഡ് ഹൈറ്റ് എന്നുള്ളത് 20 ആണ്. ഇതിൽ അപ്ലൈ ചെയ്താൽ
12 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 360. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതായിരിക്കും ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക? ഈ സീറോയും കട്ട് ചെയ്യുക അല്ലേ. അതേപോലെ തന്നെ ഈ 2ഉം ഈ 12ഉം കട്ട് ചെയ്യുക. 12ൽ എത്ര 2 ഉണ്ട്? 6 ആണുള്ളത് അല്ലേ. അപ്പോൾ 6 ഇൻറ്റു 36. 36നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 216 എന്ന് കിട്ടും. അപ്പോൾ 216 ഡിഗ്രി. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് എക്സ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ വൃത്തസ്തൂപികയുടെ കർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് കണ്ടെത്തുക അല്ലേ. കർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ പൈ ആർ എൽ എന്നാണ്. അപ്പോൾ പൈ ഇൻറ്റു അതിൻ്റെ ബേസ് റേഡിയസ് എന്താ? പാദത്തിൻ്റെ ആരം എന്താ? നമ്മൾ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ. ബേസ് റേഡിയസ് പാദത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ 12 അപ്പോൾ 12 ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് എന്നുള്ളത്, ചെരുവുയരം എന്നുള്ളത് ഇവിടെ ഉണ്ട്. എത്രയാ? 20 ആണ്. 20 അല്ലേ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 240 പൈ എന്ന് കിട്ടും. 240 പൈ സെൻറ്റിമീറ്റർ². ഇതാണ് അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് കണ്ടെത്താൻ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഏത് ഇക്വേഷൻ? പൈ ആർ എൽ. എക്സ് കണ്ടെത്തണമെങ്കിൽ വേണമെങ്കിൽ ഇതൊരു ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ആ റിലേഷൻ പഠിച്ചു വെച്ചാലും മതി. അതായത് R/L = x/360 എന്ന് പറഞ്ഞ റിലേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഞാൻ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ എക്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുക. R/L × 360 അതിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ആൻസർ കിട്ടിയത്. പൈ ആർ എൽ എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ആൻസർ കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നമ്മളിതിൻ്റെ മറ്റൊരു ഇക്വേഷൻ കൂടി, ബേസ് റേഡിയസ് കണ്ടെത്താൻ ഒരു ഇക്വേഷൻ കൂടിയും പറഞ്ഞിരുന്നല്ലോ. ആ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നോക്ക്, ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ഈസ് കട്ട് ഔട്ട് ആൻഡ് റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ. ആരം 15 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തത്തിൽ നിന്ന് 120 ഡിഗ്രി കേന്ദ്രകോണുള്ള ഒരു വൃത്താംശം വെട്ടിയെടുത്തു, അത് വളച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ? വൃത്തസ്തൂപികയുടെ ചെരുവുയരം എത്രയാണ്? ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു ഈ തരത്തിലുള്ളൊരു ചോദ്യം. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ഒരു പണിയില്ലാതെ കിട്ടുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ അല്ലേ. സ്ലാൻഡ് ഹൈറ്റ്, ചെരുവുയരം, ക്യാപിറ്റൽ ലെറ്റർ ആറിനോട് ഈക്വൽ അല്ലേ. വൃത്താംശത്തിൻ്റെ ആരത്തിനോട് തുല്യല്ലേ. എന്താണ് വൃത്താംശത്തിൻ്റെ ആരം? എന്താണ് സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 15 ആണ്. 15. സർക്കിളിൻ്റെ റേഡിയസ് 15 ആണെങ്കിൽ, വൃത്തത്തിൻ്റെ ആരം 15 ആണെങ്കിൽ, സെക്ടറിൻ്റെ വൃത്താംശത്തിൻ്റെയും റേഡിയസ് 15 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസ് റേഡിയസ് ഓഫ് ദി കോൺ? വൃത്തസ്തൂപികയുടെ പാദത്തിൻ്റെ ആരം കണ്ടെത്തുക. ബേസ് റേഡിയസ്, പാദത്തിൻ്റെ ആരം കണ്ടെത്തുക. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? R = L × x/360. L × x/360 ആണല്ലോ. സ്ലാൻഡ് ഹൈറ്റ് എന്താ കിട്ടിയത്? 15 ഇൻറ്റു എക്സ്, സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാ. 120 ഡിവൈഡഡ് ബൈ 360. കേന്ദ്രകോണം 120 ഡിഗ്രിയാണ്. അത് അപ്ലൈ ചെയ്തു. ഇനി ഇത് സോൾവ് ചെയ്യുക. എങ്ങനെ സോൾവ് ചെയ്യുക? 0 കട്ട് ചെയ്തു അല്ലേ. 12ഉം 36ഉം കട്ട് ചെയ്തു. 36ൽ എത്ര 12 ഉണ്ട്? 3. അപ്പോൾ ആൻസർ 15/3 എന്ന് വരും. അതായത് 5. ഓക്കെ, 5. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. ഇതിൻ്റെ വക്രതല പരപ്പളവ് കണ്ടെത്തുക എന്നുള്ളതാണ് സി ക്വസ്റ്റ്യൻ അല്ലേ. കർവ്ഡ് സർഫസ് ഏരിയ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ. വക്രതല പരപ്പളവ് ഇക്വേഷൻ ഏതാ? പൈ ആർ എൽ ആണല്ലോ. പൈ ഇൻറ്റു അതിൻ്റെ റേഡിയസ് എന്താ? ആരെന്താ? 5 എന്ന് കിട്ടിയിട്ടുണ്ട്. 5 ഇൻറ്റു എന്താ? അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്, ചെരുവുയരം 15. അപ്പോൾ 15നെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക? 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. എന്നാൽ അതിൻ്റെ ആൻസർ കിട്ടും. പറഞ്ഞോ? 65 പൈ. 65 പൈ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ
ഇത് സെക്ടറാണ്, വൃത്താംശം ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോഴത്തെ 2 ചോദ്യങ്ങളും ചെയ്തത്. ആ 2 തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഒരു തവണ SSC എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി സെക്ടർ എന്ന്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി സെക്ടർ. ഇപ്പോൾ നമുക്ക് ഇതിൽ A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ C ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് ഏരിയ ഓഫ് ദി സെക്ടർ ആണെന്ന് വെച്ചു. ഇതിന് പകരം വൃത്താംശത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തുക, ഏരിയ ഓഫ് ദി സെക്ടർ, കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദി സെക്ടർ ആണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചു. എങ്കിലും നിങ്ങൾ അതിൽ ചെയ്യേണ്ടത് ഈ കർവ്ഡ് സർഫസ് ഏരിയ തന്നെയാണ്, വക്രതല പരപ്പളവാണ്. കാരണം ഈ സെക്ടറിൻ്റെ ഏരിയ ആണ്, വൃത്താംശത്തിൻ്റെ പരപ്പളവാണ്. അത് റോള് ചെയ്യുമ്പോൾ, അത് മടക്കുമ്പോൾ വൃത്തസ്തൂപികയുടെ കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ട് മാറുന്നത്, അതായത് അതിൻ്റെ വക്രതല പരപ്പളവായിട്ട് മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ കാണേണ്ടത് ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ്, വക്രതല പരപ്പളവാണ്. ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ വുഡൻ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ വിത്ത് എ ബേസ് റേഡിയസ് 30 cm ആൻഡ് ഹൈറ്റ് 40 cm. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിംഗ് 100 സച്ച് ടോയ്സ് അറ്റ് 50 rupees per square meter? മരത്തടിയിൽ നിർമ്മിച്ച ഒരു വൃത്തസ്തൂപിയാകൃതിയിലുള്ള ഒരു കളിപ്പാട്ടത്തിൻ്റെ പാദ ആരം 30 cm, ഉയരം 40 cm. ഇത്തരത്തിലുള്ള 100 കളിപ്പാട്ടങ്ങൾ ചായം പൂശുന്നതിന് ചതുരശ്ര മീറ്ററിന് 50 രൂപ നിരക്കിൽ എത്ര രൂപ ചെലവാകും? ഈ തരത്തിലുള്ള ചോദ്യവും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നൊരു ചോദ്യമായിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ പെയിൻറ് ചെയ്യാൻ എത്ര രൂപ ചിലവാകും എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൊക്കെ നമ്മൾ കാണേണ്ടത് എന്താ? അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ തന്നെയാണ് കാണേണ്ടത് അല്ലേ? പക്ഷെ അത് രൂപങ്ങൾ ബേസ് ചെയ്ത് നിൽക്കും. ഇപ്പം ചില സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഒരു ഏതെങ്കിലുമൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അയാളെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അയാളെ ഒരു ശവകുടീരം പോലെ ഒരു രൂപമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പെയിൻറ് ചെയ്യാൻ എത്ര രൂപ ചിലവാകും എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണെങ്കിൽ നമ്മൾ അതിലെന്താ കാണേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ ആണോ, ഉപരിതല പരപ്പളവാണോ കാണേണ്ടത്? അല്ല, കാരണം അത് ഇളക്കി മറിച്ചിട്ടാണ്ട് അതിൻ്റെ താഴെ പെയിൻ്റ് അടിക്കോ? ഇല്ല. അപ്പോൾ നമ്മളതിൽ കാണേണ്ടത് എന്താ? അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ്, വക്രതല പരപ്പളവാണ്. എന്നാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു കളിപ്പാട്ടാണ് അല്ലേ? അപ്പോൾ അത് പെയിൻറ് ചെയ്യുക, ഒരു ടോയ് ആണെങ്കിൽ അത് പെയിൻറ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണേണ്ടത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പെയിൻറ് ചെയ്യേണ്ടി വരും. അപ്പോൾ കാണേണ്ടത് അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ആൻസറും നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടെത്തണം അല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? πr² + πrl. അറിയാലോ, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ എന്തായിരുന്നു? πr² + πrl ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് കേട്ടോ, ഉപരിതല പരപ്പളവ് കണ്ടെത്താൻ ഉള്ള ഇക്വേഷൻ πr² + πrl എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ റേഡിയസും സ്ലാൻഡ് ഹൈറ്റും വേണം, പാദത്തിൻ്റെ ആരവും ചെരുവുയരം വേണം. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ നോക്ക് എന്തൊക്കെ തന്നു? ബേസ് റേഡിയസ് തന്നിട്ടുണ്ട് 30, അതായത് സ്മോൾ HR തന്നിട്ടുണ്ട് 30. പിന്നെ തന്നത് എന്താ? പിന്നെ തന്ന ഹൈറ്റാണ് തന്നത് 40, ഹൈറ്റ് തന്നു 40, 40 അല്ലേ? പക്ഷേ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് അറിയോ? അപ്പോൾ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് കണ്ടെത്തണ്ടേ, ചെരുവുയരം കണ്ടെത്തണ്ടേ? എങ്ങനെയാ? ഇത് 30, 40 വരികയാണെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് ചെരുവുയരം എത്രയാണ് വരിക? 50 ആയിരിക്കും വരിക അല്ലേ? 30, 40, 50 അറിയുന്നതല്ലേ? ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് ചെയ്യുക. അതായത് L² ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. R² + H² ഈക്വൽ ടു റേഡിയസ് 30 സ്ക്വയർ പ്ലസ് H ഹൈറ്റ് 40 സ്ക്വയർ 30 സ്ക്വയർ 900 40 സ്ക്വയർ 1600 കൂട്ടുന്ന സമയത്ത് 2500 അല്ലേ? അപ്പോൾ L² = 2500 ആണെങ്കിൽ L = √2500 വരിക. അപ്പോൾ 2500 റൂട്ട് എത്രയാ? 50. ശരിക്കും ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് അറിയുന്ന നമ്പേഴ്സാണ്. 30, 40 ആണെങ്കിൽ 50 നിങ്ങൾ പഠിച്ചതല്ലേ? 3, 4, 5 അങ്ങനെ പഠിച്ചതല്ലേ? അപ്പോൾ 30, 40 ഹൈപ്പോട്ടനസ് കർണം 50, L 50 കിട്ടി. ഇനി ഇതിൽ അപ്ലൈ ചെയ്യുക. ഈക്വൽ ടു പൈ ഇൻറ്റു ഇതിൻ്റെ റേഡിയസ് എന്താ? പാദത്തിൻ്റെ ആരം എന്താ? 30 ആണ്. അപ്പം 30 സ്ക്വയർ പ്ലസ് പൈ ഇൻറ്റു 30 ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് ചെരുവുയരം കിട്ടിയത് 50 ആണ്. ഓക്കെ, ഇനി ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ 30 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 900 ആണ്. 900 പൈ എന്ന് കിട്ടും അല്ലേ? 30 × 50 1500 പൈ എന്ന് കിട്ടും.
ഓക്കെ, ഇത് കൂട്ടുന്ന സമയത്ത് 1500 പൈയും 900 പൈയും കൂട്ടുമ്പോൾ 2400 പൈ എന്ന് കിട്ടും. മക്കളെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ അളവുകളൊക്കെ തന്നത് എന്താ, സെൻറ്റിമീറ്ററിലാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് വരിക, ഇതൊക്കെ സെൻറ്റിമീറ്ററാണ്, ഈ മെഷേഴ്സ് ഈ അളവുകളൊക്കെ സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താ വരിക, 2400 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാ വരിക. ചതുരശ്ര സെൻറ്റിമീറ്റർ, സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാ വരിക. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്ക്, അറ്റ് 50 റുപ്പീസ് പെർ സ്ക്വയർ മീറ്റർ, സ്ക്വയർ മീറ്ററിനാണ് 50 രൂപ. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതാണ്. ഈ സെൻറ്റിമീറ്റർ സ്ക്വയർ എങ്ങനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുക, ആ കിട്ടുന്ന ആൻസറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഈ കിട്ടിയിരിക്കുന്ന ആൻസറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 2400 പൈ ഡിവൈഡഡ് ബൈ 10,000 ഡിവൈഡഡ് ബൈ 10,000 അല്ലേ. അപ്പോൾ 0 കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര വരിക, 24/100 പൈ സെൻറ്റിമീറ്റർ അല്ല മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇത് ഒന്നിൻ്റെതാണ് അല്ലേ, ഒന്നിൻ്റെതാണ്. ഇതേപോലത്തെ എത്ര എണ്ണം ഉണ്ട് നമുക്ക് നോക്കി, 100 സച്ച് ടോയ്സ് ഉണ്ട്, 100 ടോയ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 100 ടോയ്സ് ഉണ്ടെങ്കിൽ ഈ കിട്ടുന്ന ആൻസറിന് എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 100 ടോയ്സ്, ഞാനത് എഴുതുന്നില്ല കേട്ടോ. 100 കളിപ്പാട്ടത്തിൻ്റെ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ 24 പൈ ബൈ 100 ഇൻറ്റു ഈ കിട്ടിയ ആൻസറിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 100 കട്ട് ചെയ്തു അല്ലേ. അപ്പോൾ 24 പൈ എന്ന് കിട്ടും, 24 പൈ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ 24 പൈ. ഇനി ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ടത് നോക്ക്, ടോട്ടൽ കോസ്റ്റാണ് കണ്ടെത്തേണ്ടത്. ആകെ എത്ര രൂപ ചിലവായി എന്ന് കണ്ടെത്തണം. അപ്പോൾ അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ ആൻസറിനെ ഒരു ടോയ്ക്ക് എത്ര രൂപയാണെന്നാണ് പറഞ്ഞ്, ഒരു ടോയ്ക്ക് എത്ര രൂപയാണെന്നാണ് പറഞ്ഞ്, 50 രൂപ എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് ഒരു സ്ക്വയർ മീറ്ററിന് കേട്ടോ, ഒരു ടോയ്ക്കല്ല, ഒരു സ്ക്വയർ മീറ്ററിന്, ഒരു ചതുരശ്ര മീറ്ററിന് 50 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കിട്ടിയ ആൻസറിനെ 50 കൊണ്ട് ഗുണിക്കുക. 24 പൈ ഇൻറ്റു 50, 24 പൈ ഇൻറ്റു 50 അല്ലേ. ആ കിട്ടിയ ആൻസറിനെ 50 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 24 ഇൻറ്റു 50 1200 പൈ എന്ന് വരും. ഓക്കെ, 1200 പൈ എന്ന് വരും. ഓക്കെ, ഇത് പോരാ. കാരണം എന്താ അറിയോ, നമുക്ക് എത്ര രൂപ, ഒരു പേനയ്ക്ക് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ നമുക്ക് 10 പൈ എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് ഇതിൽ നമുക്ക് ആർക്ക് വാല്യൂ കൊടുക്കണം, ആർക്ക് വില കൊടുക്കണം, പൈക്ക് വില കൊടുക്കണം. അപ്പോൾ പൈയുടെ വില നമുക്കറിയാം, 1200 ഇൻറ്റു 3.14, 3.14 കൊണ്ട് 1200 ഗുണിക്കുക അല്ലേ. അപ്പോൾ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് ഗുണിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ 3768 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ നോക്കൂ. ക്വസ്റ്റ്യൻ, the base radius and height of a cylinder are 10 cm and 12 cm respectively. Find its volume. പാദത്തിൻ്റെ ആരം 10 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഹൈറ്റ് ഉയരം 12 സെൻറ്റിമീറ്ററുമായിട്ടുള്ള ഒരു വൃത്തസ്തംഭം. ഓക്കെ, അതിൻ്റെ വോളിയം കണ്ടെത്തുക, വ്യാപ്തം കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. സിലിണ്ടറിൻ്റെ വോളിയം, വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ, ഏതാ ഇക്വേഷൻ, πr²h ആണ്. സിലിണ്ടറിൻ്റെ വൃത്തസ്തംഭത്തിൻ്റെ വോളിയം വ്യാപ്തം കണ്ടെത്താൻ പഠിച്ച ഇക്വേഷൻ πr²h എന്നാണ്. അപ്പോൾ പൈ ഇൻറ്റു, മക്കളെ അതിൻ്റെ റേഡിയസ് എത്ര സെൻറ്റിമീറ്ററാണ്, റേഡിയസ് 10 സെൻറ്റിമീറ്റർ, ആരം 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 10 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 12 ആണ്, ഉയരം 12 ആണ്. ഇതിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ 10 സ്ക്വയർ 100 ആണ്, 100 ഇൻറ്റു 12 1200 പൈ എന്ന് കിട്ടി. ഓക്കെ, 1200 പൈ എന്ന് കിട്ടി. ഇത് എന്തിൻ്റെതാ, സിലിണ്ടറിൻ്റെ കേട്ടോ, വൃത്തസ്തംഭത്തിൻ്റെ വോളിയാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദ വോളിയം ഓഫ് ദി ലാർജസ്റ്റ് കോൺ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം ദി സിലിണ്ടർ. ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ കോൺ, ഓക്കെ, വൃത്തസ്തംഭം, അതിൻ്റെ വോളിയം വ്യാപ്തം കണ്ടെത്താൻ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഞാൻ ഇവിടെ സിലിണ്ടർ വരയ്ക്കുകയാണ്.
ഓക്കെ, സിലിണ്ടർ വരച്ചു. അപ്പോൾ ഇത് നിന്ന് എന്ത് കട്ട് ചെയ്തെടുക്കുന്നതാണ് പറഞ്ഞേ? ഒരു കോണ്, ലാർജസ്റ്റ് കോൺ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടിൻ്റെ റേഡിയസും സെയിം ആയിരിക്കും, ഇതിൻ്റെ രണ്ടിൻ്റെ ഹൈറ്റും സെയിം ആയിരിക്കും, രണ്ടിൻ്റെയും ആരവും തുല്യമായിരിക്കും, രണ്ടിൻ്റെയും ഉയരവും തുല്യമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടുത്തതിൻ്റെ വോളിയം കണ്ടെത്താൻ, വ്യാപ്തം കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? 1/3 πr²h അല്ലേ? അതായത് വൃത്തസ്തൂപികയുടെ കോണിൻ്റെ വോളിയം വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ πr² എന്നാണ്. ഇനി ഇതിൽ പോയിട്ട് റേഡിയസോ ഹൈറ്റോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം πr² നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്, 1200 π ആണ്. അപ്പോൾ 1/3 ഇൻറ്റു അതിൻ്റെ 1/3 ആണ്, അതിൻ്റെ 1/3 ഭാഗമാണ് കോണിൻ്റെ വോളിയം, അതായത് വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ 1/3 ഇൻറ്റു ഇത് 1200 π എന്നാണ്. അപ്പോൾ 1200 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ അല്ലേ? 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടുക. അപ്പോൾ 400 π എന്ന് കിട്ടും, 400 π സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ? 400 π സെൻറ്റിമീറ്റർ ക്യൂബ്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ 2 ഇക്വേഷനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സിലിണ്ടറാണ്, വൃത്തസ്തംഭത്തിൻ്റെ വോളിയം വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ πr²h. പിന്നെ ഒന്ന് കോണാണ്, വൃത്തസ്തൂപികയാണ്, 1/3 πr²h. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബേസ് ഏരിയ ഓഫ് എ കോൺ ഈസ് 576 π cm². നമ്മുടെ ഒരു കോണ്, വൃത്തസ്തൂപികയുടെ പാദത്തിൻ്റെ പരപ്പളവാണ് 576 π cm³. ഞാൻ അതിൻ്റെ വോളിയം വ്യാപ്തം എന്നുള്ളത് 1920 π cm³ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ? ആ വൃത്തസ്തൂപികയുടെ ഉയരം കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ബേസ് ഏരിയ നമുക്കറിയാലോ, പാദപരപ്പളവ് നമുക്കറിയാം അല്ലേ? ബേസ് ഏരിയ പാദപരപ്പളവ് കണ്ടെത്താൻ ഇക്വേഷൻ നമുക്കറിയാം, πr² ആണ്. πr² ആണ്. ആ ബേസ് ഏരിയ പാദപരപ്പളവാണ് 576 π എന്ന് പറയുന്നത്, 576 π എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത തന്നത് വോളിയാണ്, വ്യാപ്താണ്. വോളിയം തന്നത് 1920 ആണ്. 1920 ആണ് അതിൻ്റെ വോളിയം വ്യാപ്തം തന്നത് അല്ലേ? വോളിയം വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ എന്തായിരുന്നു? 1/3 πr²h. അതാണ് 1920 π എന്നുണ്ടാവും അല്ലേ? അല്ലേ? ഓക്കെ, 1920 π എന്ന് തന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിന്ന് ഹൈറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പണിയില്ല, നിങ്ങൾ ഈ ഹൈറ്റാണ് നമുക്കിതിൽ കണ്ടെത്തേണ്ടത്. ഈ πr² ആണ് ഇവിടെ ഉള്ള ഈ സാധനം അല്ലേ? ഏതാ? 1/3 ഇൻറ്റു 576 π. ഈ πr² പകരം അതിൽ കൊടുത്തു. പിന്നെ ഇവിടെ ഹൈറ്റ് മാത്രമുണ്ട്, ഹൈറ്റ് ഈക്വൽ ടു 1920 π. ഇനി ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് എന്ത് കണ്ടെത്തണം? ഹൈറ്റ് കണ്ടെത്തിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്താൻ 576 π. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 576 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയാം അല്ലെ? കട്ട് ചെയ്ത് കളയാം, 3 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പോൾ ഹരിക്കുമ്പോൾ നമുക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക, നമുക്ക് 192 π എന്ന് കിട്ടും അല്ലേ? 192 π എന്ന് കിട്ടും. മനസ്സിലായ? 576 3 കൊണ്ട് ഹരിച്ചതാണ്, 192 π ഇൻറ്റു ഹൈറ്റ് അതാണ് 1920 π എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ഹൈറ്റ് കണ്ടെത്താൻ വേണ്ടി ഈ ഗുണിക്കണം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കൂടെ. അപ്പോൾ 1920 π ഡിവൈഡഡ് ബൈ 192 π. ഇത് കട്ട് ചെയ്ത് അതിൻ്റെ ആൻസറായി. ഇതെങ്ങനെ കട്ട് ചെയ്യുക? 0 കട്ട് ചെയ്യുക, സോറി പൈ കട്ട് ചെയ്യുക അല്ലേ? ഇനി നോക്ക്, 1920നെ 192 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഇതിൽ 10 എന്ന് കിട്ടും ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 10 ആണ് കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ πr² 576, വോളിയം കണ്ടെത്താൻ, വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് ഹൈറ്റ് കണ്ടെത്തി 10 എന്ന്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കി? വക്രതല പരപ്പളവ് കണ്ടെത്തുക അല്ലേ? കർവ്ഡ് സർഫസ് ഏരിയ കണ്ടെത്തുക. വക്രതല പരപ്പളവ് കർവ്ഡ് സർഫസ് ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? വക്രതല പരപ്പളവ് കർവ്ഡ് സർഫസ് ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? πr അല്ലേ?
പക്ഷേ ഇതിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ തന്നുള്ള എല്ലാ അളവുകളും ഇതിലുണ്ടോ? ഇപ്പോൾ ഒന്ന് ഹൈറ്റ് തന്നിട്ടുണ്ട് 10, ഇനി കണ്ടെത്തേണ്ടത് ഇതിൻ്റെ വക്രതല പരപ്പളവാണ് അല്ലേ. അപ്പോൾ നോക്ക്, ഇവിടെ ഹൈറ്റ് മാത്രം അറിയാം അല്ലേ, ഹൈറ്റ് എത്രയാ 10, പക്ഷേ റേഡിയസ് അറിയോ, ഇതിൻ്റെ പാദത്തിൻ്റെ ആരം എത്രയാണെന്നറിയോ? അപ്പോൾ അത് കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്ക്, പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 576 പൈ എന്നാണ് അല്ലേ. പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 576 പൈ എന്നാണ്. ഈ സംഭവത്തിൽ നിന്ന് നമുക്കിത് ഇന്ന് റേഡിയസ് എത്രയാണെന്നുള്ളത് കണ്ടെത്തിക്കൂടെ അല്ലേ. റേഡിയസ് നമുക്ക് ഇന്ന് കണ്ടെത്താം. ഇങ്ങനെ റേഡിയസ് കണ്ടെത്തുക, പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 576 പൈ എന്നാണെങ്കിൽ നമുക്ക് ഈ പൈയും കട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ റേഡിയസിൻ്റെ സ്ക്വയറാണ് 576. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് റൂട്ട് 576 അല്ലേ, 576 അല്ലേ. 576ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 24 എന്ന് പറഞ്ഞൂടെ. ഓക്കെ, അപ്പോൾ 576ൻ്റെ റൂട്ട് നമ്മൾ 24 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ റേഡിയസ് കിട്ടി. ഓക്കെ, പിന്നെ ഹൈറ്റ് നമുക്കറിയാം, ഹൈറ്റ് എത്രയാണ് 10. പക്ഷേ സ്ലാൻഡ് ഹൈറ്റ് അറിയോ? ഈ എല്ലാം അറിയോ? ഇല്ല. അപ്പോൾ നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് ആദ്യം കണ്ടെത്തി വെക്കണം അല്ലേ. ബി ക്വസ്റ്റിന് വേണ്ടിയിട്ട് സ്ലാൻഡ് ഹൈറ്റ് ആദ്യം കണ്ടെത്തി വെക്കണം. സ്ലാൻഡ് ഹൈറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം L സ്ക്വയർ ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് H സ്ക്വയർ അല്ലേ ഇക്വേഷൻ വരുന്നത്. എത്ര റേഡിയസ് 24 അപ്പോൾ 24 സ്ക്വയർ അല്ലേ. അത് മതിയായിരുന്നു. നമ്മൾ റേഡിയസ് കണ്ടെത്തേണ്ട അത് ഇക്വേഷനിൽ കൊടുക്കണമെങ്കിൽ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ 24 സ്ക്വയർ പ്ലസ് ഹൈറ്റ് എത്രയാണ് 10 ആണ്. അപ്പോൾ 10 സ്ക്വയർ. അപ്പോൾ 24 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റേഡിയസ് സ്ക്വയർ 576 അല്ലേ. 576 പ്ലസ് 10 സ്ക്വയർ 100 അല്ലേ. ഇത് കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടും? 676 എന്ന് കിട്ടും. 676 അല്ലേ. അപ്പോൾ L സ്ക്വയർ ഈക്വൽ ടു 676 ആണ് അല്ലേ. L സ്ക്വയർ ഈക്വൽ ടു 676 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്ന് L ഈക്വൽ ടു റൂട്ട് 676. അപ്പോൾ അതിൻ്റെ റൂട്ട് എത്ര കിട്ടുക? 26. മനസ്സിലായോ? അപ്പോൾ L ഈക്വൽ ടു 26. ഇനി നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് ദ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ? അതിൻ്റെ വക്രതല പരപ്പളവ് കാണുക എന്നാണ്. കേർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? പൈ ആർ എൽ ആണ് അല്ലേ. വക്രതല പരപ്പളവ് കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ പൈ ആർ എൽ ആണ്. അപ്പോൾ പൈ ഇൻറ്റു റേഡിയസ് എത്ര കിട്ടിയപ്പോൾ 24 ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് എത്ര കിട്ടിയത് 26 അല്ലേ. ഇനി ഇത് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ 702 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും കേട്ടോ. 702 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. റേഡിയസ് ഓഫ് എ മെറ്റാലിക് സിലിണ്ടർ ഈസ് 12 centimeter ആൻഡ് ഹൈറ്റ് ഈസ് 18 centimeter. Melting this cylinder and recast into a cone with radius 9 centimeter. What is the height of this cone? 12 സെൻറ്റിമീറ്റർ ആരവും 18 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള കട്ടിയായ ഒരു ലോഹ സിലിണ്ടർ ഉരുക്കി 9 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കിയാൽ സ്തൂപികയുടെ ഉയരം എത്ര? ഇവിടെ എന്താ ഉരുക്കുന്നത്, എന്താ മെൽറ്റ് ചെയ്യുന്നത്? സിലിണ്ടർ അല്ലേ, വൃത്തസ്തംഭം. അത് മെൽറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടാക്കുന്നത്? വൃത്തസ്തൂപിക. ഓക്കെ, അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? സിലിണ്ടറിൻ്റെ വോളിയം കണ്ടെത്താൻ ഇക്വേഷൻ എന്തായിരുന്നു? അതായത് വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ എന്തായിരുന്നു? പൈ ആർ സ്ക്വയർ എച്ച് ആണ് അല്ലേ. ആ പൈ ആർ സ്ക്വയർ എച്ച് വോളിയുള്ള വ്യാപ്തമുള്ള ഇത് മെൽറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടാക്കുന്നത്? കോണ് അല്ലേ, അതായത് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്. എത്ര ഉണ്ടാക്കുന്നുണ്ട് അത്? മെൽറ്റിംഗ് ആൻഡ് സിലിണ്ടർ റീകാസ്റ്റ് ഇൻ ടു എ കോൺ വിത്ത് റേഡിയസ് 9 centimeter. അതായത് ഒന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദിസ് കോൺ? അപ്പോൾ ഒരു കോണാണ് ഉണ്ടാക്കുന്നത്. കോണിൻ്റെ വോളിയം കണ്ടെത്താൻ ഇക്വേഷൻ, വ്യാപ്തം കണ്ടെത്താൻ സമവാക്യം 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഓക്കെ അല്ലേ. ഇത് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ ഇപ്പോൾ, കാരണം ഇതിൻ്റെ റേഡിയസ് ഹൈറ്റൊക്കെ മാറ്റമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് R1 H1 എന്നും ഇതിന് R2 H2 എന്നും കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ നേരിട്ട് വാല്യൂസ് അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഇത് മെൽറ്റ് ചെയ്തിട്ട് ഇതുണ്ടാക്കി എന്നാണ് പറഞ്ഞത്, ഇത് ഉരുക്കിയിട്ട് ഇതുണ്ടാക്കി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വോളിയം സെയിം ആണ്, രണ്ടിൻ്റെ വ്യാപ്തം തുല്യമാണ്. ചില ക്വസ്റ്റ്യനിൽ ഉണ്ടാവും 5 എണ്ണം ഉണ്ടാക്കി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം, ഇതിൻ്റെ വ്യാപ്തം ഈക്വൽ ടു 5 ഇൻറ്റു എന്നാണ് കൊടുത്തേക്കുക. അവിടെ ചിലതിൽ 10 എണ്ണം ഉണ്ടാക്കി എന്ന് അറിയാം, അപ്പോൾ 10 ഇൻറ്റു എന്ന് കൊടുക്കുക. ഇവിടെ 1 ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലേ, കാരണം എത്ര എണ്ണ എന്നുള്ളത് പറയുന്നില്ല. ഇല്ലല്ലോ, ചോദ്യത്തിൽ എത്ര എണ്ണ എന്നുള്ളത് ചോദ്യത്തിൽ പറയുന്നില്ല. അപ്പോൾ ചില ചോദ്യത്തിൽ 12 എണ്ണം ഉണ്ടാക്കി എന്നൊക്കെ പറയും, അപ്പോൾ നിങ്ങൾ അവിടെ 12 കൊണ്ട് ഗുണിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ അത് പറയാത്തത് കൊണ്ട് അങ്ങനെ തന്നെ എഴുതി വെച്ചു. ഇനി നോക്ക്, റേഡിയസ് ഓഫ് എ മെറ്റാലിക് സിലിണ്ടർ, അതിൻ്റെ ആരം എന്ന് പറയുന്നത് 12 ആണ് അല്ലേ, അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ്, 18 ആണ്. ഓക്കെ, അപ്പം ഞാൻ അതിൽ അപ്ലൈ ചെയ്യാണ്. പൈ ഇൻറ്റു 12 എന്നാണ് പറഞ്ഞ്, അപ്പോൾ 12 സ്ക്വയർ ഇൻറ്റു അതിൻ്റെ ഹൈറ്റ്, ഉയരം എത്രയായിരുന്നു, ഹൈറ്റ് ഉയരം 18 ആണ്, അപ്പോൾ 18 കൊടുത്തു. 18 ഈക്വൽ ടു ഇവിടെ 1/3 പൈ ഇൻറ്റു ഇതുണ്ടാക്കുന്ന കോൺ അല്ലേ, ഉണ്ടാക്കുന്ന കോണിൻ്റെ വൃത്തസ്തൂപികയുടെ ഉയരത്തെ ചോദിച്ച് തന്നത് 9 തന്നത് അല്ലേ, ഹൈറ്റ് 9, ലോ സിലിണ്ടർ ഉരുക്കി 9 സെൻറ്റിമീറ്റർ ആരാണ് തന്നത് അല്ലേ, 9 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 9 കൊടുക്കുക. 9 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് അറിയില്ല, അത് കണ്ടെത്താനാണ്. ഇത് സോൾവ് ചെയ്താൽ കിട്ടണതാണ് ഇതിൻ്റെ ആൻസർ അല്ലേ. ഇത് സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഇതിൻ്റെ റേഡിയസോ ഹൈറ്റോ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പൈ ഇൻറ്റു 12 സ്ക്വയർ ഇൻറ്റു 18 ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു 9 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എച്ച് എന്ന് എഴുതി വെച്ചു അല്ലേ. ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. നമുക്ക് ഈ പൈ ഇൻറ്റു ഈ 12 സ്ക്വയർ എന്നുള്ളതിൽ നമുക്ക് 12 ഇൻറ്റു 12 എന്ന് എഴുതാം. ഏതെങ്കിലും കട്ട് ചെയ്ത് കളയാനുണ്ടെങ്കിൽ കളയാലോ. പിന്നെയുള്ള ഇവിടെ 18 ആണ്, ഈക്വൽ ടു ഇവിടെയാണെങ്കിൽ 1/3 പൈ ഇൻറ്റു 9 സ്ക്വയർ എന്നുള്ളതിന് നമുക്ക് 9 ഇൻറ്റു 9 എന്ന് എഴുതാം, കുഴപ്പമില്ലല്ലോ. ഇൻറ്റു ഹൈറ്റ് എച്ച് എന്ന് എഴുതി. ഓക്കെ, ഇനി കട്ട് ചെയ്യാനുള്ളത് മാക്സിമം കട്ട് ചെയ്ത് കളയാം അല്ലേ. ഏതൊക്കെ കട്ട് ചെയ്യുക, ഈ പൈയും ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ, അത് ക്യാൻസൽ ചെയ്ത് പോയി. ഇനി അടുത്തത് ഈ 3 കൊണ്ട് ഈ 9നെ കട്ട് ചെയ്യുക, 3 അല്ലേ വരിക. ഓക്കെ, ഇനി ഈ അടുത്തത് ഈ 3 കൊണ്ട് നമുക്ക് ഈ 12നെ കട്ട് ചെയ്യാം. 12ൽ എത്ര 3 ഉണ്ട്, 4. ഈ 9 കൊണ്ട് നമുക്ക് ഈ 18നെ കട്ട് ചെയ്യാം. 18ൽ എത്ര 9 ഉണ്ട്, 2 അല്ലേ. ഇനി ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. ഏതൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ആരാ ബാലൻസ് ഉള്ളത്, ഹൈറ്റ് മാത്രമുള്ളത്. ഹൈറ്റ് ഈക്വൽ ടു ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞ ബാലൻസ് വരുന്നത് 4 ഉണ്ട്, 12 ഉണ്ട്, ഒരു 2 ഉണ്ട്. നമുക്ക് 96 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്, 96 എന്ന് കിട്ടി. ഓക്കെ, ഹൈറ്റ് 96 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റ് 96. ഓക്കെ, അപ്പോൾ അതോടുകൂടി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി ലാർജസ്റ്റ് സ്ഫിയർ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെൻറ്റിമീറ്റർ. വശം 12 സെൻറ്റിമീറ്റർ ആയ ഒരു സമചതുര കട്ടയിൽ നിന്ന് വെട്ടിയെടുക്കാവുന്ന പരമാവധി വലുപ്പമുള്ള ഗോളത്തിൻ്റെ ആരം കാണുക എന്നാണ് പറഞ്ഞത് അല്ലേ. ഗോളം, സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ. അപ്പോൾ നമ്മളിവിടെ ഒരു കട്ട വരയ്ക്കുകയാണ്, ഒരു ക്യൂബ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ക്യൂബിൻ്റെ ആ ഒരു കട്ടയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇതിന്നൊരു സ്ഫിയർ കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ, ഒരു ഗോളം കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരിക അല്ലേ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, ഇതിൻ്റെ റേഡിയസാണ് ചോദിച്ചത്, ഇതിൻ്റെ ആരാ ചോദിച്ചിരിക്കുന്നത്. എടാ ഇതിൻ്റെ ഡയമീറ്റർ 12 അല്ലേ, 12 അല്ലേ വരിക. ഇത് 12 ആണെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ വ്യാസം എന്ന് പറയുന്നത് 12 അല്ലേ വരിക. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ വ്യാസം 12 ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലേ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആരം 6 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് ദി സ്ഫിയർ. അപ്പോൾ സ്ഫിയറിൻ്റെ, ഗോളത്തിൻ്റെ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, 4 πr². അപ്പോൾ ബി ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നത് കേട്ടോ. അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, 4 πr² എന്നാണ് ഇക്വേഷൻ.
ഇതിൽ അതിൻ്റെ റേഡിയസ് ആരെ നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ചു, എത്രയാ? 6 A ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി 6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൊടുക്കുക 4 ഇൻറ്റു പൈ ഇൻറ്റു അതിൻ്റെ റേഡിയസ് ആരം കിട്ടിയത് 6 6². ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു പൈ ഇൻറ്റു 6² എന്ന് പറഞ്ഞാൽ 36 അല്ലേ? 36. ഇനി അടുത്ത് എന്ത് ചെയ്യണം? 36നെ 6 കൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 144 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വന്നു. ഇതാണ് അതിൻ്റെ ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ. ഞാൻ ഇത് തന്നെ വോളിയം ചോദിക്കുന്നുണ്ട്, വ്യാപ്തം ചോദിക്കുന്നുണ്ട്. വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ എന്തായിരുന്നു? 4/3 πr³ പഠിച്ചതല്ലേ? ഒരു സ്ഫിയറിൻ്റെ, ഒരു ഗോളത്തിൻ്റെ വോളിയം വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? 4/3 πr³ എന്നാണ്. അതിൽ അപ്ലൈ ചെയ്താൽ 4/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എത്ര? 6 അല്ലേ? അപ്പോൾ അവിടെ 6³ എന്നാ വരിക അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒന്ന് 6³ എന്നുള്ളതിനെ 6 ഇൻറ്റു 6 എന്ന് എഴുതി വെക്കാം. എന്നാൽ കട്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ അല്ലേ? അപ്പോൾ ഈ 3 കൊണ്ട് ഈ 6നെ കട്ട് ചെയ്തു 2. ബാലൻസ് ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്യണമാണ് അതിൻ്റെ ആൻസർ. ആരൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 4 ഉണ്ട്, 6 ഉണ്ട്, 6 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ആൻസർ ഈസ് 288 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. 288 പൈ സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇതിൻ്റെ വോളിയം, വ്യാപ്തം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ, സ്ഫിയറിൻ്റെ, ഗോളത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക 4 πr² എന്നാണ്. അതിൻ്റെ വോളിയം, വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക 4/3 πr³ എന്നാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന പരമാവധി വലുപ്പമുള്ള വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കുക. ഇതിൽ ചെത്തിയെടുക്കാവുന്ന പരമാവധി വലുപ്പമുള്ള വൃത്തസ്തൂപിയുടെ വ്യാപ്തം കണക്കാക്കുക. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി കോൺ of maximum size that can be carved out from a cube of edge 12 cm. ഓക്കെ, അപ്പോൾ നമുക്കതും കൂടെ നോക്കാൻ ശ്രദ്ധിച്ചോളൂ. ഒരു ക്യൂബ്, ആ ക്യൂബ് ഇങ്ങനെയല്ലേ വരിക? ഞാൻ നേരത്തെ വരച്ചപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ വരച്ചിട്ടുള്ളൂ. ആ ക്യൂബെന്ന് ചെത്തിയെടുക്കാവുന്ന പരമാവധി വലുപ്പമുള്ള കോൺ എന്ന് പറഞ്ഞാൽ, വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക അല്ലേ? അപ്പം ഇതിൻ്റെ റേഡിയസ്, ഇതിൻ്റെ ഒരു സൈഡ് 12 എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പം ഇതിൻ്റെ ഡയമീറ്റർ, വ്യാസം 12 അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. ആരെന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡയമീറ്ററിനോട് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എഡ്ജിനോട് ഈക്വൽ ആയിരിക്കില്ല ഉണ്ടാവുക. കാരണം ഇത് 12 ആണെങ്കിൽ ഇതും 12 അല്ലേ? ഈ സൈഡൊക്കെ 12 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? 12 ആണ്. ഹൈറ്റ് എന്നുള്ളത് 12 ആണ്. ഈ കോണിൻ്റെ എന്താ നമുക്ക് കാണേണ്ടത്? വ്യാപ്തം കണ്ടെത്താനാ, വോളിയം കണ്ടെത്താനാ. കോണിൻ്റെ വോളിയം, വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 1/3 πr² ആണല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു അതിൻ്റെ റേഡിയസ് 6 ആണ്, അപ്പോൾ 6² ഇൻറ്റു ഹൈറ്റ്, ഉയരം എന്നുള്ളത് 12 ആണല്ലോ. ഇനി ഇത് കട്ട് ചെയ്ത് ചെറുതാക്കാം നമുക്ക്. 3 കൊണ്ട് 12നെ കട്ട് ചെയ്യുക. 3 കൊണ്ട് 12നെ കട്ട് ചെയ്യുമ്പോൾ 4 വരിക അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 6² ഉണ്ട്. 6² എന്ന് പറഞ്ഞാൽ 36 ആണ്. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 144 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. 144 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. മനസ്സിലായോ? ഇതിൽ പ്രധാനപ്പെട്ടത് ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഈ എഡ്ജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിനോട് ഈക്വൽ ആയിരിക്കും. ഈ എഡ്ജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമീറ്ററിനോട് ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ വ്യാസത്തിനോട് തുല്യമായിരിക്കും. അപ്പോൾ ഇത് 12 ആണെങ്കിൽ ഇത് 6. ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് എഡ്ജിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ്, ഉയരം എന്നുള്ളത് 12. അത് വോളിയം, വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് എഴുതിയതാണ് ഈ കിട്ടിയ ആൻസർ. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റേഷ്യോ വെച്ചിട്ട് വരുന്നൊരു ചോദ്യമാണ്, അംശബന്ധം വെച്ച് വരുന്ന ചോദ്യമാണ്. The diameters of two spheres are in the ratio എന്നാണ് കേട്ടോ. ഇവിടെ റേറ്റ്സ് എഴുതിയിട്ട് റേഷ്യോ എന്നാണ്. 2:3. What is the ratio of the radii? 2 ഗോളങ്ങളുടെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്.
ഇവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? അപ്പോൾ നമുക്ക് ഡയമീറ്റേഴ്സ് തമ്മിലുള്ള അംശബന്ധം, ഇതിൻ്റെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3 ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്ര തന്നെയായിരിക്കും? 2:3 തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അത് സെയിം ആയിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 2:3 തന്നെ, 2:3 തന്നെ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ സർഫസ് ഏരിയാസ്. അതിൻ്റെ സർഫസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തുക. പരിപാടി എളുപ്പമാണ്, നോക്കിക്കോ. നമുക്കിതിൽ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ ആണ് ഈ 2:3 എന്ന് പറയുന്നത്, 2:3 എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² അല്ലേ? ഇക്വേഷൻ 4πr². അല്ലെ, ആദ്യത്തെ ആയതുകൊണ്ട് നമുക്ക് 4πr1² എന്ന് എഴുതാം. ഈസ്റ്റു രണ്ടാമത്തത് 4πr2² എന്ന് എഴുതാം. മനസ്സിലായോ? ദാറ്റ്സ് ഈക്വൽ ടു, ഇനി ഇതിൽ അപ്ലൈ ചെയ്താൽ മതി 4π ഇൻറ്റു. മക്കളതിൽ R1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുത്തേക്കാം. അപ്പോൾ 2² ഈസ്റ്റു 4π ഇൻറ്റു R2 പകരം 3 എന്ന് കൊടുക്കാം. അപ്പോൾ 3². ഓക്കെ, ഇത് ഇങ്ങനെയും ചെയ്യാറുണ്ട്. അതായത് R1 എന്ന് പറയുന്നത് ശരിക്കും R1 R2 തമ്മിലുള്ള റേഷ്യോ 2:3 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം R1 2 R2 3 എന്നല്ല. ഓക്കെ, അത് ഈ R1 R2 സിംപ്ലിഫൈ ചെയ്ത് എഴുതിയപ്പോഴാണ് ഈ 2:3 വന്നത്. കാരണം കട്ട് ചെയ്ത് കളയാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ആൻസറാണ് 2:3. അപ്പോൾ ഇതിൽ R1 പകരം ശരിക്കും എങ്ങനെ എടുക്കണം? 2R എന്ന് കൊടുക്കും, അല്ലെങ്കിൽ 2x എന്ന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ R2 പകരം എന്ത് കൊടുക്കും? 3R എന്ന് കൊടുക്കുക. അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ കൊടുത്ത് ചെയ്താൽ ഇത് കട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് R1 പകരം 2ഉം R2 പകരം 3ഉം കൊടുത്തത് കേട്ടോ. മനസ്സിലായോ? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ അർത്ഥം R1 R2 2ഉം 3 ആണെന്നല്ല. ഓക്കെ, അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ, ഇതിൻ്റെ റേഷ്യോ കിട്ടണമെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ചില ആളുകൾ R1 പകരം 2R എന്നും R2 പകരം 3R എന്നും കൊടുത്ത് എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്ത് കൊടുത്താലും അത് കട്ട് ചെയ്ത് പോകും കേട്ടോ. ഇത് കട്ട് ചെയ്ത് കളയുക, ഒരേപോലെ ഈക്വൽ ആയിട്ടുള്ള കട്ട് ചെയ്യുക. 4πയും 4πയും കട്ട് ചെയ്യും. അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. ഈസ്റ്റു 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ 4:9 എന്ന് കിട്ടി. റേഷ്യോ 4:9 എന്ന് കിട്ടി. അപ്പോൾ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ഡയമീറ്ററിൻ്റെ വ്യാസത്തിൻ്റെ റേഷ്യോ അംശബന്ധം 2:3 ആണെങ്കിൽ റേഡിയസിൻ്റെ റേഷ്യോ ആരത്തിൻ്റെ അംശബന്ധവും 2:3 ആണ്. ഓക്കെ, ദെൻ അതിൻ്റെ സർഫസ് ഏരിയയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ, ഉപരിതല പരപ്പളവിൻ്റെ അംശബന്ധം എന്ന് പറഞ്ഞാൽ 4:9 എന്നും കിട്ടി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സർഫസ് ഏരിയ ഓഫ് ദി ഫസ്റ്റ് സ്ഫിയർ ഈസ് 16π, ദെൻ ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദി സെക്കൻഡ് സ്ഫിയർ. ആദ്യത്തെ ഗോളത്തിൻ്റെ വ്യാപ്തം 16π ആണെങ്കിൽ രണ്ടാമത്തെ ഗോളത്തിൻ്റെ വ്യാപ്തം എന്താണെന്ന് ചോദിച്ചത്. എളുപ്പമാണ്, ഇവിടെ നോക്കിക്കോട്ടോ. അപ്പോൾ ഞാൻ സി ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് പറയുന്നത്, ഇവിടെ തന്നെ എഴുതുകയാണ് കേട്ടോ. നോക്കിക്കോളൂ, റേഷ്യോ കിട്ടിയത്, സർഫസ് ഏരിയയുടെ റേഷ്യോ കിട്ടിയത് 4:9 എന്നാണ്. ഇതാണ് ആദ്യത്തത്, ഇതാണ് രണ്ടാമത്തത്. ആദ്യത്തത് 16π എന്നാണ് കിട്ടിയത്. ആദ്യത്തെ 16π എന്നാണ് കിട്ടിയത്. അപ്പോൾ രണ്ടാമത്തെ എന്താണെന്ന് നല്ല ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. 4 × 4 അല്ലേ ഈ 16 അല്ലേ? അപ്പോൾ ഈ 9നെ 4 കൊണ്ട് ഗുണിക്കുക. 9 × 4 എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ 36π. അപ്പോൾ രണ്ടാമത്തെ കിട്ടി 36π. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചോ. 4:9 ആണ് റേഷ്യോ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കണ്ടെത്തി വെച്ചത്. അതിൽ ആദ്യത്തത് 16π എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 4ന് എന്ത് മാറ്റം വരുത്തിയപ്പോഴാണ് ഈ 16π കിട്ടിയത്? എന്താ, 4നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 16 കിട്ടിയത്? 4 കൊണ്ടല്ലേ? 4 × 4 അല്ലേ 16π എന്ന് പറയുന്നത്. അതേ 4 കൊണ്ട് ഈ 9നെ ഗുണിക്കുക. 9 × 4 എന്ന് പറഞ്ഞാൽ എത്ര പൈ കിട്ടുക? 36π. മനസ്സിലായോ? അല്ലാണ്ട് തെറ്റിദ്ധരിക്കരുത്. 4² 16, 9² 81 അങ്ങനെ എഴുതരുത് കേട്ടോ. ഇവിടെ 4നെ 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 16π കിട്ടിയത്. അപ്പോൾ 9നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 36. അതിൻ്റെ കൂട്ടത്തിൽ പൈ ഉണ്ടായിരിക്കും, കാരണം ഇതിലും പൈ ഉണ്ട്, അപ്പോൾ അതിലും പൈ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തേൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് 36π ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് മെൽറ്റ് ചെയ്യുക, ഉരുക്കുക. ഞാൻ പറഞ്ഞു മെൽറ്റ് ചെയ്യുക, ഉരുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അത് വോളിയായിട്ട് വ്യാപ്തവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? എ സോളിഡ് മെറ്റൽ ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 10 cm ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു സ്മോൾ സോളിഡ് സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് 1 cm ഈച്ച്. ഹൗ മെനി സച്ച് സ്ഫിയേഴ്സ് ക്യാൻ ബി മെയ്ഡ്? 10 cm ആരമുള്ള ലോഹം കൊണ്ടുണ്ടാക്കിയ
ഒരു അർദ്ധഗോളം ഉരുക്കി 1 സെൻറ്റിമീറ്റർ ആരമുള്ള കട്ടിയായ ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരം എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ എന്താണ് മെൽറ്റ് ചെയ്യുന്നത്, എന്താണ് ഉരുക്കുന്നത്? ഹെമിസ്ഫിയർ. അപ്പോൾ അതിൻ്റെ വോളിയത്തിനെ, അതിൻ്റെ വ്യാപ്തത്തിനെ എന്താണ് ഉണ്ടാക്കുന്നത്? സ്ഫിയർ അല്ലേ? എന്താ ഉണ്ടാക്കുന്നത്? സ്ഫിയർ, ഗോളം. അതിൻ്റെ വ്യാപ്തം കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസറായി. മക്കളെ, ഹെമിസ്ഫിയറിൻ്റെ വോളിയം കണ്ടെത്താൾ ഇക്വേഷൻ എന്തായിരുന്നു? അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടെത്താൾ ഇക്വേഷൻ എന്താ? 2/3 πr³ ആണ് ഹെമിസ്ഫിയറിൻ്റെ അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ എന്താ ഉണ്ടാക്കുന്നത്? ഒരു സ്ഫിയർ അല്ലേ, ഒരു ഗോളല്ലേ, അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. മക്കളെ, ഇത് കട്ട് ചെയ്ത് കളയരുത്. കട്ട് ചെയ്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ R1 എന്നും ഇവിടെ R2 വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാനത് അടുത്ത സ്റ്റെപ്പ് തന്നെ ഇതിൻ്റെ ആൻസർ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ കൊടുക്കാം. ഏതായാലും R1 ഇവിടെ R2, ഓക്കെ, അതിൽ കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ 2/3 π ഇൻറ്റു, എടാ അതിൽ R1 ഒന്നാമത്തേൻ്റെ റേഡിയസ്, ഒന്നാമത്തേൻ്റെ ആരം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ അവിടെ 10³ എന്ന് വരും. 10³ ഡിവൈഡഡ് ബൈ 2/3 π ഇൻറ്റു, സോറി 2/3 അല്ല 4/3 കേട്ടോ. 4/3 π ഇൻറ്റു അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? 1 അല്ലേ? അടുത്തതിൻ്റെ ആരം എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പോൾ 1, അപ്പോൾ 1³ ഓക്കെ. ഇത് കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ആൻസറായി. ഏതൊക്കെ കട്ട് ചെയ്യുക? ഒന്ന് ഈ പൈയും കട്ട് ചെയ്യുക അല്ലേ? പിന്നെ എന്ത് കട്ട് ചെയ്യുക? ഇവിടെ /3 എന്നുണ്ട്, ഇവിടെ /3 എന്നുണ്ട്, അത് കട്ട് ചെയ്യുക അല്ലേ? ബാക്കിയുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. എഴുതിയിട്ട് ചെയ്യാം. ബാക്കിയുള്ളത് എന്താ? ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യണമെങ്കിൽ 2ഉം 4 ഉള്ളത് അല്ലേ? 2 കൊണ്ട് ഈ 4നെ കട്ട് ചെയ്യുക. 2 നമുക്ക് 10³ നമുക്കിത് എഴുതാം, ഫുൾ എഴുതാം. ഇവിടെ 2 × 10³ 2 × 10³ എന്ന് പറഞ്ഞാൽ എന്താ? 10³ പറഞ്ഞാൽ 1000 ആണ്, 1000 ആണ്. 1000നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2000 കിട്ടും അല്ലേ? 2000 ബൈ താഴെയുള്ളത് എന്താ? 4 × 1³ 4 × 1³ എന്ന് പറഞ്ഞാൽ 4 അല്ലേ കിട്ടുക? അപ്പോൾ 2000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 500 അല്ലേ കിട്ടുക? അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്പർ, ടോട്ടൽ സ്ഫിയറിൻ്റെ നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതൊന്നും കൂടെ പറയാം. ഇവിടെ മെൽറ്റ് ചെയ്യുന്നത്, ഉരുക്കുന്നത് ഒരു ഹെമിസ്ഫിയർ ആണ്, ഒരു അർദ്ധഗോളാണ്. ഉണ്ടാക്കുന്നത് ഒരു സ്ഫിയറാണ്, ഒരു ഗോളമാണ്. അപ്പോൾ ഈ ഹെമിസ്ഫിയറിൻ്റെ വോളിയത്തിനെ, അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തത്തിനെ സ്ഫിയറിൻ്റെ വോളിയം കൊണ്ട്, ഗോളത്തിൻ്റെ വ്യാപ്തം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? ഇതിൻ്റെ ടോട്ടൽ നമ്പർ, എണ്ണം. മനസ്സിലായോ? അപ്പോൾ എന്താണോ ഉരുക്കുന്നത്, എന്താണോ മെൽറ്റ് ചെയ്യുന്നത്, അതിനെ എന്താണോ ഉണ്ടാക്കുന്നത്, എന്താണോ നിർമ്മിക്കുന്നത്, അതിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അതിൻ്റെ ടോട്ടൽ നമ്പർ. മനസ്സിലായല്ലോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ റേഡിയസ് ഓഫ് എ സോളിഡ് മെറ്റൽ സ്ഫിയർ ഈ 6 സെൻറ്റിമീറ്റർ. കട്ടിയായ ഒരു ഇരുമ്പ് ഗോളത്തിൻ്റെ ആരം 6 സെൻറ്റിമീറ്ററാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വോളിയം ഓഫ് ദി സ്ഫിയർ. ഇതിൻ്റെ വ്യാപ്തം കണ്ടെത്തുക. സ്ഫിയറിൻ്റെ വോളിയം, നമ്മുടെ വ്യാപ്തം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? 4/3 πr³ ആണ്. 4/3 πr³ ആണ്. നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 4/3 ഇൻറ്റു പൈ ഇൻറ്റു അതിൻ്റെ റേഡിയസ് ആരെന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 6³ എന്നാണ് വരിക അല്ലേ? അപ്പോൾ ഈ 6³ എന്നുള്ളതിന് നമുക്ക് 6 × 6 × 6 എന്ന് എഴുതിക്കൂടെ? എന്നാൽ അതിൽ കട്ട് ചെയ്ത് പോകാണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അല്ലേ? അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഈ 3 കൊണ്ട് നമുക്ക് 6നെ കട്ട് ചെയ്യാം. അപ്പോൾ അവിടെ 2 അല്ലേ വരിക? ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണമാണ് ഇതിൻ്റെ ആൻസർ. എന്തൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം നോക്കിക്ക്. 4 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട്, പിന്നെ 6ഉം ഉണ്ട് അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 288 π എന്ന് കിട്ടും. 288 π എന്നാണ് അതിൻ്റെ വോളിയം. ഇനി നോക്കിക്കേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ?
ഇത് മെൽറ്റ് ചെയ്തിട്ട് എ സ്ഫിയർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ സോളിഡ് കോൺ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റർ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്തിട്ട് അതായത് 288 പൈ ഉള്ള ഈ ഒരു സ്ഫിയർ ഈ ഒരു ഗോളം മെൽറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടാക്കുന്നത്, റീകാസ്റ്റ് ഇൻ ടു എ സോളിഡ് കോൺ ഉണ്ടാക്കുന്നത്. കോണിൻ്റെ വോളിയം കണ്ടെത്താൻ ഇക്വേഷൻ എന്താ, കോണിൻ്റെ വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ എന്താ, 1/3 കോണിൻ്റെ വോളിയം കണ്ടെത്താൻ ഇക്വേഷൻ കോൺ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റർ 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടെത്താം, ഇതിന്ന് ഹൈറ്റ് കണ്ടെത്താം അല്ലേ. അപ്പോൾ എങ്ങനെ ഹൈറ്റ് കണ്ടെത്താൻ നോക്കിക്കേ. ഒന്ന് 288 പൈ ഇവിടെ ഉണ്ട് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു മക്കളെ റേഡിയസ് ഇതിൽ 6 എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ r² എന്ന് എഴുതാം, അല്ലെങ്കിൽ 6 × 6 എന്ന് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ 6² എന്ന് പറഞ്ഞാൽ 36 ഞാൻ ഇവിടെ എഴുതിയ ഇൻറ്റു ഹൈറ്റ്. കട്ട് ചെയ്ത് കളയാളൊക്കെ കട്ട് ചെയ്യുക. ഏതൊക്കെ കട്ട് ചെയ്യുക, ഒന്ന് നമുക്ക് ഈ പയ്യും കട്ട് ചെയ്യാം. ഇനി നോക്കി 36 നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. 36 എത്ര 3 ഉണ്ട്, 12 അല്ലേ വരിക. അപ്പോൾ ബാലൻസ് വരുന്നത് എന്താ, 12 ഇൻറ്റു ഹൈറ്റ് ആണ് റൈറ്റ് സൈഡിൽ ബാലൻസ് ഉള്ളത്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ 288 ഉണ്ട്. ഇതൊന്ന് ഹൈറ്റ് കണ്ടെത്താനല്ലേ ക്വസ്റ്റ്യൻ. ഹൈറ്റ് കണ്ടെത്താൻ വേണ്ടി ഇൻറ്റു 12 എന്നുള്ള അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി. ഇവിടെ ഇൻറ്റു 12 എന്നാണ്, അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /12 എന്നായിരിക്കും. അതായത് ഹൈറ്റ് ഈക്വൽ ടു 288 / 12 അല്ലേ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടണമായിരിക്കും ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 288 / 12 24. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഉയരം എന്ന് പറയുന്നത് 24 ആണ്. മനസ്സിലായോ? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഈ മെൽറ്റ് ചെയ്യുക എന്നുള്ള ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് കുറേ എണ്ണം പറഞ്ഞും ചെയ്തു. നിങ്ങൾ ആ രീതിയിലൊക്കെ അത് ചെയ്തു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ മെൽറ്റ് ചെയ്യുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത് നമ്മുടെ ഈ സോളിഡ്സ്, ഈ ഘനരൂപങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും വേണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ള ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ മെൽറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ എത്ര കോസ്റ്റ് വരും, അതേപോലെ റേഷ്യോ വെച്ചിട്ട് വരുന്ന ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇക്വേഷൻസൊക്കെ പഠിച്ചു വയ്ക്കുക. യൂണിറ്റ് ഓർത്ത് വയ്ക്കുക. കാരണം യൂണിറ്റ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സെൻറ്റിമീറ്റർ ക്യൂബ്, സെൻറ്റിമീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയറൊക്കെ മാറ്റുന്നതൊക്കെ ആ യൂണിറ്റ് തെറ്റിപ്പോകരുത്. കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.